കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് 2 കിടിലൻ ക്യാമറ ആപ്സിനെ പരിചയപ്പെടുത്തി തരാനാണ്. ഐ ആം ഷുവർ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, കാരണം അടിപൊളി ഫീച്ചേഴ്സ് ഉള്ള ആപ്സ് ആണ്. രണ്ടും കാണുക, എന്താണെന്ന് മനസ്സിലാക്കുക ആൻഡ് യൂസ് ദം. നമ്മളിന്ന് 2 ആപ്സ് ആണ് പരിചയപ്പെടുന്നത്. ഒന്ന് പിക്നിക്, രണ്ടാമത്തേത് സ്പ്ലിറ്റ് ക്യാമറ. ആദ്യം തന്നെ സ്പ്ലിറ്റ് ക്യാമറ എങ്ങനെയാണ്, ഈ ആപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്പ്ലിറ്റ് ക്യാമറ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഞങ്ങളിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇനി ഓപ്പൺ ചെയ്യാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്യാമറ എടുക്കുന്ന ആ ഒരു ഇമേജ് 2 പോർഷനായിട്ടാണ് കിട്ടുക. ഈ ആപ്പിന്റെ യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ 2 ഫോട്ടോസ് എടുത്തിട്ട് ഒരൊറ്റ ഫോട്ടോ ആയിട്ട് ഫ്രെയിം ചെയ്യാൻ സാധിക്കും. ഒരു ഫോട്ടോ എടുത്ത ഉടനെ അതിന്റെ മറുഭാഗത്തായിട്ട് വേറെ ഒരു ഫോട്ടോ അപ്പം തന്നെ എടുത്തിട്ട് നമുക്ക് ഒരൊറ്റ ഫ്രെയിമിൽ ഇത് കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വെർട്ടിക്കൽ ആയിട്ടും ഉണ്ട്, അതേപോലെ തന്നെ ഹോറിസോണ്ടൽ ആയിട്ടുണ്ട്. എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത്, മേലെയും താഴെയായിട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ആവുന്നത് എന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ കിട്ടാൻ നമ്മൾ 2 ഫോട്ടോസ് മിക്സ് ചെയ്യണം. അതായത് ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ, അതിന് ശേഷമാണ് റൈറ്റ് സൈഡിലെ പോർഷൻ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കാം. ആദ്യത്തെ ഭാഗം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഭാഗം നമുക്ക് എടുക്കാൻ പറ്റും. 2 ഫോട്ടോസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും നടുവിലായിട്ട് ആ ഒരു 2 ഭാഗമായിട്ട് എടുത്തത് എന്നുള്ളതിൻ്റെ ആ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഈ കളേഴ്സ് രണ്ടും ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന സ്ലൈഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ 2 ഫോട്ടോസും തമ്മിലുള്ള ആ ഒരു പാർട്ടീഷൻ, ആ ഒരു ലൈൻ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ ഫോട്ടോ ആണെന്ന് ഫീൽ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ 2 നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡർ യൂസ് ചെയ്തിട്ട് 2 ഫോട്ടോസും നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്സാപ്പിലോ ബ്ലൂടൂത്ത് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനെ കാണിക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. ഇതൊരു കിടിലൻ ആപ്പാണ്, കാരണം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുമ്പം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. സോ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്ത് നോക്കാം. സ്പ്ലിറ്റ് ക്യാമറ പോലെ തന്നെ തകർപ്പൻ ക്യാമറ ആപ്പാണ് പിക്നിക്കും. പിക്നിക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം പിക്നിക് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഞങ്ങളിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇനി ഓപ്പൺ ചെയ്യുകയാണ്. പിക്നിക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ക്യാമറയിലേക്കാണ് കിട്ടുക. മെയിനായിട്ട് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് സ്കൈയുടെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് പോയി, പക്ഷെ അവിടുത്തെ വെതർ സുഖമുള്ളതായിരുന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിന് അതിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ടായില്ല, ആകാശം ഭയങ്കര ഇരുണ്ടിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ വെതർ മാറ്റാൻ വേണ്ടിയിട്ട്, സ്കൈൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോ ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്ക് ലൈവായിട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു ചേഞ്ചസ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഗാലറിയിൽ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോസിനും സ്കൈയുടെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എങ്ങനെയാണ് ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പം ഇതിനാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. എഫക്ട്സിൻ്റെ ചിഹ്നം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ വെതേഴ്സ് കുറേ വെറൈറ്റീസ് അവിടെ ലഭ്യമാണ്. അതിലേതാണോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓരോന്ന് ചേഞ്ച് ചെയ്യുമ്പോഴും ആ ഫോട്ടോന് വരുന്ന ആ ഒരു ഫീലും ആ ഒരു ഡിഫറൻസും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്നത് അതിലൊന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ ഫോട്ടോസിൻ്റെ എഫക്ട്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഇനി ലൈവായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നമുക്ക് ലൈവായിട്ടും എടുക്കുന്ന ഫോട്ടോസിൻ്റെ സ്കൈ, ക്ലൗഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ക്ലൗഡ്, വെതർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫോട്ടോസിന് ഒരു ഫ്രഷ് ലുക്ക്, അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഞാൻ എന്തായാലും എൻ്റെ ഫോട്ടോസിനെ ഒക്കെ കുറച്ചുകൂടി മനോഹരമാക്കാൻ ഇതിൻ്റെ ടൂൾസും ഈ ആപ്സൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. ഇതേപോലെ കൂടുതൽ ആപ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടും ടെക് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ടും ഞങ്ങൾ വരും. അതുവരെ സ്റ്റേ ട്യൂൺ. നാളത്തെ വീഡിയോ കാണാൻ മറക്കരുത്. ബൈ.